ഞാൻ അടക്കമുള്ള കാർഡിയോളജിസ്റ്റുകൾ സ്ഥിരം കാണുന്ന ഒരു പ്രശ്നമാണ്. ചില രോഗികൾ വീണ്ടും 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 ICUയിൽ ഇങ്ങനെ വന്നിട്ട് അഡ്മിറ്റ് ആവും. ചികിത്സിക്കും, വീട്ടിലേക്ക് പോകും, പിന്നെയും കണ്ടീഷൻ മോശമായിട്ട് തിരിച്ചു വരും. ഇതൊരു വലിയ പ്രശ്നമാണ്. ആശുപത്രി ചെലവന്നെ നമുക്ക് ആലോചിച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇതിന്റെ ഒരു കാരണം എന്താന്ന് തപ്പിപ്പോയാൽ വളരെ വളരെ സിമ്പിൾ ആണ്. പല ആളുകൾക്കും ഇത് സംഭവിക്കുന്നത് ഭക്ഷണത്തിൽ അവർ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ്, അതല്ലെങ്കിൽ ഡോക്ടർ അവർക്ക് കൊടുത്ത മരുന്നിലെ ചില മിസ്റ്റേക്കുകളാണ്. ഞാൻ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ ഒരുപാട് രോഗികൾ ഇതുപോലെ വീണ്ടും ICUയിലേക്ക് എത്തിപ്പെട്ടതിന്റെ ഒരു കാരണം പൊട്ടാഷ്യത്തിലെ പ്രശ്നങ്ങളാണ്. പൊട്ടാഷ്യം എന്താണ്? ഒരു ലവണാണ്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു ലവണം പൊട്ടാഷ്യം തന്നെയാണ്. ഹൃദയകോശങ്ങളിലെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിലെ ഒരു പ്രധാന റോള് പൊട്ടാഷ്യത്തിനുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, പൊട്ടാഷ്യം കൂടുകയാണെങ്കിലും കുറയാണെങ്കിലും ഇതൊക്കെ ഹൃദയത്തെ ബാധിക്കൂലേ? പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ പമ്പിങ് കുറഞ്ഞ വ്യക്തികൾ പൊട്ടാഷ്യത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഹാർട്ടിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ പൊട്ടാഷ്യം കൂടുന്നതാണോ പ്രശ്നം, കുറയുന്നതാണോ പ്രശ്നം? രണ്ടും പ്രശ്നമാണ്. പൊട്ടാഷ്യം കുറയുന്നതിനെ നമ്മൾ ഹൈപ്പോകലീമിയ എന്ന് പറയും. ഇത് ഹൃദയത്തിന്റെ മിടിപ്പിനെ സാരമായിട്ട് ബാധിക്കും. അതുപോലെ കടുത്ത ക്ഷീണം ഉണ്ടാകും. പൊട്ടാഷ്യം കൂടുന്നതിനെ ഹൈപ്പർ കലീമിയ എന്ന് പറയും. ഇതും ഹൃദയമിടിപ്പിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. പെട്ടെന്ന് കൊഴിഞ്ഞു വീണുള്ള മരണം വരെ സംഭവിക്കാം. ഈ പൊട്ടാഷ്യം പ്രശ്നം കൂടുതലും ആർക്കാ സംഭവിക്കാം? ഭക്ഷണത്തിൽ ഒരു ചിട്ടല്ലാത്ത, നമുക്കറിയാം ചില ഫ്രൂട്ട് ജ്യൂസിലൊക്കെ വല്ലാതെ പൊട്ടാഷ്യം, കരിക്ക് വെള്ളത്തിലും വല്ലാതെ പൊട്ടാഷ്യം. ചില രോഗികൾ ഇതൊന്നും ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഹാർട്ടിന്റെ അസുഖത്തിന്റെ കൂടെ കിഡ്നിയുടെ പ്രശ്നം കൂടെ ഉണ്ടെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, വലിയ പ്രോബ്ലമാണ്. പിന്നെ ഹാർട്ടിന്റെ മരുന്നുകൾ, ഹാർട്ട് ഫെയിലിയറിനും പമ്പിങ്ങിനൊക്കെ ആയിട്ട് കൊടുക്കുന്ന പല മരുന്നുകളും പൊട്ടാഷ്യത്തിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. ഇനിയിപ്പോൾ ഇതിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഹൃദ്രോഗമുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് പമ്പിങ് കുറവുള്ള ആളുകൾ, പമ്പിങ്ങിന് മരുന്ന് കഴിക്കുന്ന ആൾ സ്ഥിരമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൊട്ടാഷ്യം ബ്ലഡിൽ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പൊട്ടാഷ്യത്തിന്റെ ലെവൽ ഒരു കറക്റ്റ് ട്രാക്കിൽ കൊണ്ടു നടക്കുകയാണ് സാധാരണഗതി, പിന്നീട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത. ഹൃദ്രോഗികളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പൊട്ടാഷ്യത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഈ വീഡിയോ അവർക്കായി നിങ്ങൾ ഷെയർ